NCERT based chapter wise solutions ആണ് നമ്മൾ ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബയോളജിയിലെ +2 ബയോളജിയിലെ ചാപ്റ്റർ 1 റിപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. The first question is, why is reproduction essential for organisms? എന്തുകൊണ്ടാണ് ഓർഗാനിസംസിൽ റീപ്രൊഡക്ഷൻ എസെൻഷ്യൽ ആണ് എന്ന് പറയുന്നത്? ഇതൊരു വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് റീപ്രൊഡക്ഷൻ ഇറ്റ്സെൽഫ് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ, ഇറ്റ്സ് ദ പ്രൊഡക്ഷൻ ഓഫ് പ്രോജനീസ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഓഫ് ന്യൂ യങ് വൺ പുതിയ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ പുതിയ ഡോട്ടർ സെൽസിനെ അല്ലെ അതിനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു കപ്പാസിറ്റിയാണ് ഈ പറയുന്ന റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. സോ റീപ്രൊഡക്ഷന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് പോയിന്റ് ആണ്, ന്യൂ യങ് വണ്ണിനെ അതായത് പുതിയ ഒരു പ്രോജനീനെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ഹെൽപ്പ് ടു കണ്ടിന്യൂ ഓർ ടു മെയിൻറ്റെയിൻ എ ലൈഫ് ആഫ്റ്റർ ഡെത്ത്. ഓക്കെ, ഇറ്റ് വിൽ ഹെൽപ്പ് ടു മെയിൻറ്റെയിൻ or to continue life after death. These are the two important points for the reason that why reproduction is essential for organisms. Okay, clear ആയെന്ന് വിചാരിക്കുന്നു. First point എന്ന് പറയുന്നത് it will help to produce new progenies, and the second point എന്ന് പറയുന്നത് it will help to continue the life after death. And reproduction എന്ന് പറയുന്നത് also helps in variation. Important ഒരു പോയിന്റ് ആണ്. It also helps in variation. So coming question, the next question നമ്മൾ എന്താണ് variation എന്ന് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. So this is all about our first question. Why is reproduction essential for organism? It helps to produce a new young one and or new progenies. And second point, it will help to continue the life after death. And the third point, it will help in variation. Next question എന്ന് പറയുന്നത്, which is the better mode of reproduction, sexual or asexual? Sexual reproduction ആണോ asexual reproduction ആണോ better? Okay, so what is a sexual reproduction? Sexual reproduction എന്ന് പറയുന്നത് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമേറ്റിന്റെ ഫ്യൂഷൻ ആണ് അല്ലേ. മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമേറ്റിന്റെ ഫ്യൂഷനെയാണ് നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. In this mode, there will be a transfer of genetic materials. Genetic materials in a transfer നടക്കാം. Also, there will be recombination, crossing over. Cell division നമ്മളെല്ലാം പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. Mitosis, meiosis എന്നുള്ള കാര്യങ്ങളെല്ലാം. So, sexual reproduction എന്ന് പറയുന്നത് it is the fusion of male and female gamete. Thus, there will be genetic diversity. Genetic diversity. ഓക്കെ, ഈ ജനറ്റിക് ഡൈവേഴ്സിറ്റി വരുമ്പോഴത്തേനും ഓരോ ഇൻഡിവിജ്വലിനും ഓരോരോ സെപ്പറേറ്റ് ക്യാരക്ടേഴ്സ് ആയിരിക്കും അല്ലെ. ഈ ഓരോരോ ഇൻഡിവിജ്വലിന്റെയും സെപ്പറേറ്റ് ക്യാരക്ടേഴ്സ് ആയിരിക്കുമ്പോഴത്തേനും എവ്രി വൺ വിൽ ബി ഡിഫറെന്റ്. സോ ദാറ്റ് ഡിഫറൻസിനെയാണ് നമ്മൾ കളക്റ്റീവ്ലി പറയുന്നത് വേരിയേഷൻസ്. ഓക്കെ, ക്ലിയർ ആയല്ലോ വേരിയേഷൻസ്. അപ്പൊ വേരിയേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് സിംപ്ലി ഒരു പോപ്പുലേഷൻ എടുക്കുകയാണെങ്കിൽ ഓൾ ദ ഇൻഡിവിജ്വൽസ് ആർ ഡിഫറെന്റ്. It is because of variation. Variation എങ്ങനെയാ വരുന്നത്? Due to the fusion of male and female gamete. That is about sexual reproduction. ഇനി വരുന്നതാണ് asexual reproduction. In asexual reproduction, അവിടെ male gamete എന്നോ female gamete എന്നോ അങ്ങനെയൊന്നും തന്നെ ഇല്ല. Sometimes, for example, ഏറ്റവും എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ബൈനറി ഫിഷൻ പഠിച്ചിട്ടുണ്ട് അല്ലെ. ബൈനറി ഫിഷൻ, ഓക്കെ, ബൈനറി ഫിഷൻ മോസ്റ്റ്ലി ബാക്ടീരിയയിലൊക്കെ നടക്കുന്ന ഒരു പ്രോസസ്സാണ് ബൈനറി ഫിഷൻ എന്ന് പറയുന്നത് അല്ലെ. ബൈനറി ഫിഷനിൽ we know there will be a cell and this cell will get divided into two അല്ലെ. ഇത് ജസ്റ്റ് ഇങ്ങനെ തന്നെ അങ്ങനെ ഒരു പ്ലെയിൻ ഓഫ് ഡിവിഷൻ വെച്ചിട്ട് they will get divided and form two or more cells. It depends. Usually we know ഓരോ ബാക്ടീരിയകൾക്കും അല്ലെങ്കിൽ ഓരോരോ ഓർഗാനിസംസിനും ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ടൈം പീരീഡ് ഉണ്ട് ടു ഗെറ്റ് റീപ്രൊഡ്യൂസ് അല്ലെ. സോ ബാക്ടീരിയ അതുപോലുള്ള കുറെ ഓർഗാനിസംസിന് നടക്കുന്ന ഒരു പ്രോസസ്സാണ് ബൈനറി ഫിഷൻ. സിമ്പിളസ്റ്റ് ഓർഗാനിസംസിന് നടക്കുന്ന ഒരു പ്രോസസ്സാണ് ബൈനറി ഫിഷൻ. Also vegetative propagation is there അല്ലെ. ഈ asexual reproductionന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ പറയുന്ന ഫീമെയിൽ ഗാമേറ്റോ മെയിൽ ഗാമേറ്റോ അതിന്റെ റീകോമ്പിനേഷൻ ക്രോസിംഗ് ഓവർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ നടക്കുന്നില്ല. So there will not be the process known as
വേരിയേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ് ഇവിടെ ഉണ്ടായിരിക്കില്ല. ഓക്കെ, സോ എന്താണോ പാരന്റിന്റെ സെല്ലിനകത്ത് ഉള്ളത് ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് മാത്രമേ അവരുടെ പ്രോജനി സെൽസിലേക്ക് കൈമാറ്റം ചെയ്തിട്ട് പോകുന്നുള്ളൂ. ഓക്കെ, യൂഷ്വലി നമ്മൾ അസെക്ഷൽ റീപ്രൊഡക്ഷൻ പറയുന്നത് ഇറ്റ് ഇസ് ആസ് എ ക്ലോൺ എന്നാണ് പറയുക. ക്ലോൺ അല്ലെ, ഇൻഡിവിജ്വൽസ് എല്ലാം സിമിലർ ആയിരിക്കും അല്ലെ, അതിനെയാണ് ക്ലോൺ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ക്ലോൺ ഓഫ് സെൽസ് ആക്ച്വലി. These offspring formed by asexual reproduction is referred to as a clone. Okay, clone. എന്തുകൊണ്ടാണ് asexual reproduction വഴി ഉണ്ടാകുന്ന offspring എന്ന് പറയുന്നത് ക്ലോൺ എന്ന് വിളിക്കുന്നത്? ഓക്കെ, ക്ലോൺ. ഓക്കെ, ഇനി in case of asexual reproduction there is no fusion of gametes. Fusion of gametes എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ ഇല്ല അല്ലേ? Fusion of gametes അവിടെ ഇല്ല. സോ അവിടെ ഒരു മെയിൽ ഗാമേറ്റ് ഇല്ല, ഫീമെയിൽ ഗാമേറ്റ് ഇല്ല, ജനറ്റിക് ഡൈവേഴ്സിറ്റി ഇല്ല, വേരിയേഷൻ ഇല്ല, ഒന്നും തന്നെ ഇല്ല. സോ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് there is no fusion of gamete. ഇനി സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് in asexual reproduction there will be one parent cell. ഒരു parent cell എന്ന് മാത്രമാണ് അവിടെ റീപ്രൊഡക്ഷൻ നടക്കുന്നതും ഓഫ്സ്പ്രിങ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും. സോ ഈ പറയുന്ന parent cell-ൽ നിന്ന് ഉണ്ടാകുന്ന ഓഫ്സ്പ്രിങ്സ് will be similar to that of the parent. Okay, morphologically and എന്തൊക്കെയാണ് genetically, morphologically എല്ലാ ഒരു വയസ്സ് നോക്കിയാലും the offsprings parent cell-ന്റെ സെയിം ആയിട്ടായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. So the offspring produced from this parent cell will be similar to that of the parent cell and they are same അല്ലേ, ഒരു സെയിം genetic constitution ആണ്, സെയിം മോർഫോളജി ആണ്, സെയിം കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, എവറിത്തിങ് സെയിം ആണ്. So അതുകൊണ്ടാണ് they are referred to as clone because the parent cell identical to that of the daughter cell അല്ലെങ്കിൽ the daughter cell is identical to that of parent cell. Next question, offspring formed due to sexual reproduction have better chance of survival. Why? Is this statement is always true? അതായത് സെക്ഷൽ റീപ്രൊഡക്ഷൻ കഴിഞ്ഞ് ഉണ്ടാകുന്ന പ്രോജനികൾക്ക് സർവൈവ് ചെയ്യാനുള്ള ചാൻസസ് ഹൈയസ്റ്റ്. അങ്ങനെയാണെങ്കിൽ അത് എന്തുകൊണ്ടാണ്, അത് എപ്പോഴും കറക്റ്റ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഒരു സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞതുപോലെ തന്നെ ഫ്യൂഷൻ ഓഫ് ഗാമേറ്റ്സ് ആണ് നടക്കുന്നത് അല്ലെ, മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമേറ്റ്സിന്റെ ഫ്യൂഷൻ ആണ് നടക്കുന്നത്. ഈ മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമേറ്റിന്റെ ഫ്യൂഷൻ നടക്കുമ്പോഴത്തേനും അതിനുള്ളിൽ നമുക്കറിയാം സെഗ്രിഗേഷൻ, ക്രോസിംഗ് ഓവർ, സെൽ സൈക്കിൾ ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ കാണും അതെല്ലാം. സെൽ സൈക്കിളിലെല്ലാം ക്രോസിംഗ് ഓവർ, അതുപോലെ തന്നെ മൈറ്റോസിസ് മിയോസിസിലൊക്കെ വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. ക്രോസിംഗ് ഓവർ നടക്കും, ദെൻ റീകോമ്പിനേഷൻ നടക്കും. ഇങ്ങനെയുള്ള പ്രോസസ് ഒക്കെ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അൺഫേവറബിൾ ആയിട്ടുള്ള ട്രൈറ്റ്സിനെ എല്ലാം എലിമിനേറ്റ് ചെയ്ത് കളയും. ഓൺലി ആ ഒരു പെർട്ടിക്കുലർ എല്ലാ ക്യാരക്ടറോട് കൂടിയിട്ടും അതുപോലെ തന്നെ ഫിറ്റ് ആയിട്ടുള്ള ജീൻസ് മാത്രമേ അവിടെ സർവൈവ് ചെയ്യുള്ളൂ. സോ ഒരു ക്രോസിംഗ് ഓവർ അല്ലെങ്കിൽ ഒരു റീകോമ്പിനേഷൻ കഴിയുമ്പോൾ നമ്മളിപ്പോ DNA റെപ്ലിക്കേഷൻ പോലുള്ള പ്രോസസ് എല്ലാം നടക്കുമ്പോഴത്തേനും ഒരു പ്രൂഫ് റീഡിങ് ഒരു ആക്ടിവിറ്റി ഉണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ DNA റെപ്ലിക്കേറ്റ് ചെയ്ത് ഉണ്ടായിരിക്കുന്ന ഒരു ഡോട്ടർ 2 strands ഉണ്ടായിരിക്കുമല്ലോ, DNA ഉണ്ടായിരിക്കുമല്ലോ, ആ DNA എന്തെങ്കിലും എറർ ഉണ്ടോ എന്ന് നോക്കാനായിട്ട് there is a proof reading activity. ഇതുപോലെ തന്നെ നമ്മുടെ സെൽ ഡിവിഷൻ ആയിക്കോട്ടെ, നമ്മുടെ ബാക്കി സെൽ പ്രോസസിംഗ് ആയിക്കോട്ടെ, always there is a proof reading. Okay, so എന്തെങ്കിലും ഡിഫക്ട്സ് ഉണ്ടാവാനുള്ള ചാൻസസ് ഗെറ്റിംഗ് റെഡ്യൂസ്ഡ്. So the first point എന്ന് പറയുന്നത് fusion of male and female gamete occurs in sexual reproduction. Then second point, during crossing over recombination process there will be the possibility of eliminating of unfavorable traits. And ഈ പറയുന്ന ക്രോസിംഗ് ഓവർ അതുപോലെ തന്നെ സെഗ്രിഗേഷൻ, ഈ പറയുന്ന പ്രോസസ്സുകളെല്ലാം തന്നെ ഈ ജനറ്റിക് കോമ്പോസിഷനെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാനും ഒരു പുതിയ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാനും എല്ലാം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഗാമറ്റിക് ഫ്യൂഷൻ കഴിഞ്ഞാൽ ജീൻസ് അതുപോലെ തന്നെ ട്രൈറ്റ്സ് എല്ലാം ഗെറ്റിംഗ് എക്സ്ചേഞ്ച്ഡ് വയ crossing over and segregation. Through this process also there will be the elimination of unfavorable traits. And ഈ ഒരു പ്രോസസ് കഴിയുമ്പോഴത്തേനും the progenies will be entirely different from that of the parent cell. Okay, അപ്പോൾ ഈ parent cellനോട് തീരെ സിമിലർ ആയിട്ടുള്ള ഒരു പ്രോജനീസ് എല്ലാം ഇവിടെ ഉണ്ടായിരിക്കുക. ആൻഡ് ഈ ഒരു റീസൺ ഒക്കെ തന്നെയാണ് കാരണം നമുക്ക് ഹൈ ചാൻസ് ഓഫ് സർവൈവൽ എന്ന് പറയാനായിട്ട്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതായത് ഞാൻ നേരത്തെ DNA റെപ്ലിക്കേഷൻ പ്രൂഫ് റീഡിംഗ് പറഞ്ഞതുപോലെ ഒത്തിരിയേറെ പ്രോസസ്സ് നമ്മുടെ ബോഡിയിൽ നടക്കുന്നുണ്ട്. ഓക്കെ, ഒരു ഗാമറ്റിക് ഫ്യൂഷൻ കഴിഞ്ഞാല്
സോ ആ പ്രോസസ്സിൽ കൂടെ എല്ലാത്തിലും കൂടെ അൺഫേവറബിൾ ആയിട്ടുള്ള ട്രൈറ്റ്സിനെ ഇസ് ഗെറ്റിംഗ് എലിമിനേറ്റഡ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഓഫ്സ്പ്രിംഗ് ഫോംഡ് ഡ്യൂ ടു സെക്ഷൽ റീപ്രൊഡക്ഷൻ ഹാവ് ബെറ്റർ ചാൻസ് ഓഫ് സർവൈവൽ. ഇനി ഇതിന്റെ സെക്കൻഡ് പാർട്ട് നോക്കിയേ, ഇസ് ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓൾവേസ് ട്രൂ? ഈ സ്റ്റേറ്റ്മെന്റ് എല്ലായ്പ്പോഴും ട്രൂ ആണോ? ആൻസർ എന്ന് പറയുകയാണെങ്കിൽ, കറക്റ്റ് പറയുകയാണെങ്കിൽ ഇസ് ദിസ് ഓൾവേസ് ട്രൂ എന്ന് പറഞ്ഞാൽ നോ. ഇത് എല്ലാ കേസിലും ഇത് കറക്റ്റ് ആണെന്ന് പറയാനായിട്ട് പറ്റില്ല. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു എയ്ഡ്സ് പേഷ്യന്റ് ആയിട്ടുള്ള ഒരു മദറിനാണ് ഒരു പ്രോജനി ഉണ്ടായത് എന്നുണ്ടെങ്കിൽ ആ എയ്ഡ്സ് ഡിസീസ് എന്ന് പറയുന്നത് അതിന് കാരണമായിട്ടുള്ള വൈറസ് അല്ലെങ്കിൽ അതിന്റെ എഫക്ട് ആ കുട്ടിക്കും കൂടെ വരും, ആ ഓഫ്സ്പ്രിങ്ങിനും കൂടെ വരും. സോ മദറിന് ഉണ്ടായിട്ടുള്ള ഡിഫക്ട് സെയിം ഇഫക്റ്റില് വിൽ ബി ട്രാൻസ്ഫർ ടു ദ പ്രോജനി ഓർ ദ ഓഫ്സ്പ്രിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, how does the progeny formed from asexual reproduction differ from those formed by sexual reproduction? Asexual reproduction വഴി ഉണ്ടായിട്ടുള്ള പ്രോജനിയും സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി ഉണ്ടാകുന്ന പ്രോജനീസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, വി നോ, നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന സെയിം കാര്യം തന്നെയാണ് ഇവിടെയും പറയാനുള്ളത്. Asexual reproduction നടന്നു കഴിഞ്ഞാൽ the progenies will be identical അല്ലേ? അപ്പോൾ സോ asexual reproduction, asexual and sexual. Okay, first point എന്ന് പറയുന്നത് in asexual reproduction the progeny will be identical. About the sexual reproduction law, the progenies will be entirely different from that of parents. Alle progeny will be differ from parent cell. Okay, ഇതാണ് മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി asexual reproduction എന്ന് പറയുമ്പോൾ there is no gametic fusion അല്ലേ? There is no fusion of gametes, no fusion of gamete. ഇനി നേരെ സെക്ഷൽ റീപ്രൊഡക്ഷൻ വരുമ്പോഴത്തേനോ there will be fusion of gamete. There will be the fusion of gamete അല്ലേ? Male gamete ഉണ്ട്, female gamete ഉണ്ട്. So there will be fusion of gamete. So ഉണ്ടാകുന്ന പ്രോജനീസ് എന്ന് പറയുന്നതിന്റെ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് പോയിന്റ് ആണ് കേട്ടോ. അതായത് പ്രോജനി സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി ഉണ്ടാകുന്ന പ്രോജനീസ് എന്ന് പറയുന്നത് entirely similar to that of their parent, and sexual reproduction വഴി ഉണ്ടാകുന്ന progenies എന്ന് പറയുന്നത് entirely different from that of parents. അതെന്തുകൊണ്ടാ? genetic recombination, segregation ഇങ്ങനെയുള്ള മെത്തേഡ്സും ഇങ്ങനത്തെ പ്രോസസ്സ് എല്ലാം കഴിയുമ്പോഴത്തേനും the progenies will be different from that of their parents.